Hi all, welcome to iPlus Training Solutions. എൻ്റെ പേര് ആര്യ. നമ്മൾ കേട്ടിട്ട് കാറ്റഗറി 1, 2, 3 and 4 വേണ്ടിയിട്ടുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷനുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് റിപ്പീറ്റായിട്ട് കാണുന്ന ക്വസ്റ്റ്യൻസ് അല്ലെ അതേ മോഡലിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഇംഗ്ലീഷിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞ ഓരോ എക്സാമിനും ഇംഗ്ലീഷിന് അതായത് 30 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നിന്ന് വരുന്നത്. അതിൽ എന്തെല്ലാം ഇൻക്ലൂഡഡ് ആണ്? ഗ്രാമർ ഉണ്ട്, വൊക്കാബുലറി ഉണ്ട്, കുറച്ച് പെഡഗോജി ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പം ഇതെല്ലാം പഠിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു 30 മാർക്ക് എന്നുള്ളത് ഒരു 25 to 28 സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് സമയം കളയാതെ തന്നെ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് ഇറ്റ് റെയിൻസ് ഫോർ സം മോർ ടൈം ഡാഷ്. If it rains for some more time dash. ഇപ്പം എന്താണ് ഇവിടെ ചോദ്യം എന്ന് പറയുന്നത്? കണ്ടീഷണൽ ക്ലോസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് അല്ലേ? കണ്ടീഷണൽ ക്ലോസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ഇറ്റ് റെയിൻസ് ഫോർ സം മോർ ടൈം ഡാഷ്. അപ്പോൾ നമ്മളെപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യം, നമ്മുടെ ഗ്രാമറിൽ കണ്ടീഷണൽ ക്ലോസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റിയ, വേഗം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയാണ് കണ്ടീഷണൽ ക്ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമുക്ക് ഒരുപാട് എഫേർട്ട് ഒന്നും എടുത്ത് പഠിക്കേണ്ട ഒരു ഏരിയ അല്ല കണ്ടീഷണൽ ക്ലോസ്. കുറച്ച് അതായത് ടെൻസിനെ കുറിച്ച് അത്യാവശ്യം ഗ്രാഹ്യമുള്ള ഒരാൾക്ക് ഉറപ്പായിട്ട് വേഗം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ്. ഓക്കെ, അതേപോലെ തന്നെ കണ്ടീഷണൽ ക്ലോസിൻ്റെ മറ്റൊരു പ്രത്യേകത, ഒരു 1-2 വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 2 വർഷം ആയിട്ടില്ലാന്ന് തോന്നുന്നു, ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് നോക്കാമെന്നുണ്ടെങ്കിൽ ഒന്നിലധികം ചോദ്യങ്ങളും എന്ത് കാണും? ഈ കണ്ടീഷണൽ ക്ലോസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ടാഗും ഉണ്ട്, അതേപോലെ തന്നെ കണ്ടീഷണൽ ക്ലോസും. ഇത് രണ്ടുമായിട്ട് ഒന്നിലധികം ചോദ്യങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും മാറ്റിവെക്കാൻ പറ്റാത്തൊരു മേഖലയാണ് കണ്ടീഷണൽ ക്ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, നോക്കി ഇവിടെ എന്താണ്? ഇഫ് ഇറ്റ് റെയിൻസ് ഫോർ സം മോർ ടൈം ഡാഷ്. അപ്പോൾ ഈ കണ്ടീഷണൽ ക്ലോസ് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം ഓർത്തിരിക്കേണ്ട കാര്യം എന്താണ്? നമുക്കിതിനെ 3 തിരിക്കാം. ടൈപ്പ് 1 എന്ന് പറയുന്നത് പ്രസന്റ് ടെൻസ്. ഓക്കെ, ടൈപ്പ് 1 എന്ന് പറയുന്നത് പ്രസന്റ് ടെൻസ് ആണ്. അവിടെ എന്താണ് വരുന്നത്? സബ്ജക്റ്റ് പ്ലസ് വില്ല്. വില്ലിൻ്റെ കൂടെ ഷാൽ വരാം, ക്യാൻ വരാം, മേ വരാം. ഞാനിവിടെ വില്ല് മാത്രമേ എഴുതുന്നുള്ളൂ. പ്ലസ് V1 ആണ് വരുന്നത്. എവിടെയാണ് എവിടെയാണ് സബോർഡിനേറ്റ് ക്ലോസിൽ വരുന്ന കാര്യമാണ്. അതായത് കണ്ടീഷണൽ ക്ലോസിൽ എന്താണ്? വേർബ് പ്രസന്റ് ടെൻസിലാണ് വരുന്നത് എങ്കിൽ സബോർഡിനേറ്റ് ക്ലോസ് എങ്ങനെ വരും? സബ്ജക്റ്റ് വേണ്ട, വില്ല് പ്ലസ് V1 വരും. വില്ല് മാത്രം ആവണമെന്ന് നിർബന്ധമില്ല. ഷാൽ ആവാം, മേ ആകാം, ക്യാൻ ആകാം. V1 വരും. ഇനി ടൈപ്പ് 2 എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ്. അതായത് കണ്ടീഷണൽ ക്ലോസിലെ വേർബ് പാസ്റ്റ് ടെൻസിലാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ആൻസർ സബോർഡിനേറ്റ് ക്ലോസ് എങ്ങനെ വരും? വുഡ് പ്ലസ് V1 വരും അല്ലേ? വുഡിന്റെ സ്ഥാനത്ത് എന്തൊക്കെ വരാം? ഷുഡ് ആകാം, മൈറ്റ് ആകാം, കുഡ് ആകാം. ഓക്കെ, ഷുഡ്, കുഡ്, മൈറ്റ് വരും. അടുത്തത് ടൈപ്പ് 3 എന്ന് പറയുന്നത് എന്താണ്? പാസ്റ്റ് പാർട്ടിസിപ്പിൾ വരുന്ന കേസ്. ആ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്തൊക്കെയാണ് വരുന്നതെന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഹാഡ് പ്ലസ് V3 വരാം, ഹാഡ് ബീൻ വരാം, അതേപോലെ തന്നെ ഹാഡ് വരാം. ഫസ്റ്റ് ഹാഡ് എന്താണ്? ഓക്സിലറി വേർബും സെക്കൻഡ് ഹാഡ് മെയിൻ വേർബുമായിട്ടും വരാം. ഈ 3 കേസുകളാണ് ടൈപ്പ് 3യിൽ വരുന്നത്. അപ്പോൾ ഈ ടൈപ്പ് 3യിൽ വരുന്ന 3 കേസുകൾ ഓർത്തിരിക്കുക. ഹാഡ് പ്ലസ് V3 പാസ്റ്റ് പാർട്ടിസിപ്പിൾ വരാം, പിന്നീട് ഹാഡ് ബീൻ വരാം, ഹാഡ് വരാം. ഈ 3 കേസുകൾ ടൈപ്പ് 3യിൽ ഇത് 3 വരുള്ളൂ. വരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ സബോർഡിനേറ്റ് ക്ലോസ് എങ്ങനെ വരും? വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 എന്ന് വരും. ഓക്കെ, വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 എന്ന് വരും. അപ്പൊ ടൈപ്പ് 1 പ്രസന്റ് ടെൻസ് ആണ്. വിൽ പ്ലസ് V1. വില്ല് മാത്രമല്ലേ വരുന്നത്? വുഡ് വരും, വുഡ് അല്ല, വില്ല് വരും, ഷാൽ വരും, മേ വരും, ക്യാൻ വരും. ഓക്കെ, ഇനി ടൈപ്പ് 2 പാസ്റ്റ് ടെൻസ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ വുഡ് പ്ലസ് V1. വുഡിന് പകരം അവിടെ എന്തൊക്കെ വരാം? ഷുഡ് വരാം, കുഡ് വരാം, മൈറ്റ് വരാം. ഇനി ടൈപ്പ് 3 എന്ന് പറയുമ്പോൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് അവിടെ വരുന്നത്. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുമ്പോൾ ഹാഡ് പ്ലസ് V3 വരാം, ഹാഡ് ബീൻ വരാം, ഹാഡ് വരാം. അങ്ങനെയാണ് ആൻസർ വരുന്നതെന്നുണ്ടെങ്കിൽ വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 ആണ് ആൻസർ വരുന്നത്. വുഡിന്റെ സ്ഥാനത്ത് എന്തൊക്കെ വരാം? ഷുഡ് വരാം, കുഡ് വരാം, മൈറ്റ് വരാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം എന്നുണ്ടെങ്കിൽ വേഗം നമുക്ക് ആൻസറിലേക്ക് എത്തിച്ചേരാം. നോക്കിയേ, ഇവിടെ ഇഫ് ഇറ്റ് റെയിൻസ് ഫോർ സം മോർ ടൈം എന്നാണ് തന്നിരിക്കുന്ന
ഇഫ് ക്ലോസിലെ സെന്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ റെയിൻസ് എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഇതെന്താണ്, പ്രസന്റ് ടെൻസിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന സബ്ജക്റ്റിലെ വേർബ് എന്ന് പറയുന്നത് എന്താണ്, പ്രസന്റ് ടെൻസ് ആണ്. സോ നമ്മുടെ ആൻസർ എന്തായിരിക്കും വരുന്നത്, വിൽ പ്ലസ് V1. വില്ലിന് പകരം എന്തൊക്കെ വരാം, ഷാല് വരാം, ക്യാൻ വരാം, മേ വരാം. ഓക്കെ, ഇനി ആൻസറിലേക്ക് പോകും. വില്ല് ഇവിടെ വുഡാണ് വന്നിരിക്കുന്നത്, സോ അതല്ല. വില്ലുണ്ട്, ഇവിടെയും വുഡാണ് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻ എയും സിയും ഡയറക്റ്റ് നമുക്ക് ക്യാൻസൽ ചെയ്യും, കാരണം അവിടെ വില്ലല്ല വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നോക്കിയേ, ദേ വിൽ ഓപ്പൺ ദി ഷട്ടേഴ്സ് ഓഫ് ദി ഡാം, ദേ വിൽ ബി ഓപ്പൺഡ് ദി ഷട്ടേഴ്സ് ഓഫ് ദി ഡാം. നമുക്ക് തന്നിരിക്കുന്ന പ്രകാരം എങ്ങനെയാണ്, വിൽ പ്ലസ് V1 ആണ് വരേണ്ടത്, ആണോ? അപ്പൊ ദേ വിൽ ഓപ്പൺ ഉണ്ട്, വിൽ ബി ഓപ്പൺഡ് ഉണ്ട്. അപ്പൊ അതിൽ ഏതാണ് കറക്റ്റ്, V1 വരണമെങ്കിൽ വിൽ ഓപ്പൺ ആണ് വരുന്നത്. സോ അവർ ആൻസർ ഇസ് ഓപ്ഷൻ ബി, ദേ വിൽ ഓപ്പൺ ദ ഷട്ടേഴ്സ് ഓഫ് ദി ഡാം എന്നാണ് വരുന്നത്. ക്ലിയർ ആയോ? ഒന്നുകൂടി പറയാം, ഇഫ് ക്ലോസ് ആണ്, ഇഫ് ക്ലോസിൽ പ്രസന്റ് ടെൻസ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസിൽ എങ്ങനെ വരും, വിൽ പ്ലസ് V1 ആയിരിക്കും വരുന്നത്. വിൽ എന്ന് പറയുന്നതിന് പകരം എന്തൊക്കെ വരാം, ഷാൽ വരാം, ക്യാൻ വരാം, മേ വരാം. അങ്ങനെ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ വരുന്ന ആൻസർ ഏത് വരും, ഓപ്ഷൻ ബി ആണ്, ദേ വിൽ ഓപ്പൺ ദി ഷട്ടേഴ്സ് ഓഫ് ദി ഡാം എന്ന് വരും. ക്ലിയർ ആയല്ലോ? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ലാംഗ്വേജ് ദാറ്റ് ഹാസ് മീനിങ് ഈസ് കോൾഡ് എ ഡാഷ്. ഒരു ലാംഗ്വേജിന്റെ ഏറ്റവും സ്മോളസ്റ്റ് മീനിങ് ഫുൾ യൂണിറ്റ് എന്ത് പേര് പറയും? ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ലാംഗ്വേജ് ദാറ്റ് ഹാസ് മീനിങ്. ലാംഗ്വേജിന്റെ ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് ആയിരിക്കണം, പക്ഷെ അതിനൊരു മീനിങ് കാണണം. അതിനെ എന്ത് പേര് പറയുമെന്നാണ് ക്വസ്റ്റ്യൻ. മോർഫീം, ഫോണീം, കോൺസണന്റ്, വവൽ. 4 പേര് തന്നിട്ടുണ്ട്, 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. മോർഫീം ആണോ, ഫോണീം ആണോ, കോൺസണന്റ് ആണോ, വവൽ ആണോ വരുന്നത്? ഏതാണ് വരുന്നത്? ഒരു ലാംഗ്വേജിന്റെ ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് ആയിരിക്കണം, ബട്ട് ഇറ്റ് ഹാസ് എ മീനിങ്. അതിനൊരു മീനിങ്ങും കാണും. ആൻസർ ഏതായിരിക്കും വരുന്നത്? ഓപ്ഷൻ എ ആണ്, മോർഫീം ആണ്. ദ സ്മോളസ്റ്റ് മീനിങ് ഫുൾ യൂണിറ്റ് ഓഫ് എ ലാംഗ്വേജ് ഈസ് കോൾഡ് മോർഫീം. മോർഫീം എന്ന് പറയുന്നത് ഏറ്റവും സ്മോളസ്റ്റ് മീനിങ് ഫുൾ യൂണിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മോർഫീം എന്ന് പറയുന്നത്. ഇനി ഫോണീം എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് എ ലാംഗ്വേജ്, അതായത് സ്മോളസ്റ്റ് സൗണ്ട് ആണ്. അതായത് ഒരു ലാംഗ്വേജിന്റെ ഏറ്റവും സ്മോളസ്റ്റ് സൗണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫോണീം എന്ന് പറയുന്നത്. ഇപ്പൊ ഫോണീം എന്ന് പറയുന്ന വേർഡിൽ തന്നെ ഫ് എന്ന് പറയുന്നത് എന്താണ്, അത് ഏറ്റവും സൗണ്ട് ആണ് അല്ലേ. അങ്ങനെ ഏറ്റവും എന്താണ് സൗണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫോണീം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കൺസോണന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്കറിയാം ഇംഗ്ലീഷ് ആൽഫബറ്റ്സിനെ നമ്മൾ എന്താണ് വവൽസും കൺസോണൻസും ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. 5 വവൽസും 21 കൺസോണൻസുമാണ്. അങ്ങനെയാണ് ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് വരുന്നത്. അപ്പോൾ കൺസോണൻസ് ഉണ്ട്, പിന്നെ വവൽസും എല്ലാവർക്കും ആയി. അപ്പം മോർഫീമും ഫോണീമും വ്യക്തമായിട്ട് പഠിച്ചിരിക്കാം. മോർഫീം മീൻസ് എന്താണ്, ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് എ ലാംഗ്വേജ് ദാറ്റ് ഹാസ് എ ഡെഫിനിറ്റ് മീനിങ്. ഒരു മീനിങ് ഉള്ളതിനെയാണ് മോർഫീം എന്ന് പറയുന്നത്. പിന്നെ എന്താണ് ഫോണീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോളസ്റ്റ് സൗണ്ട്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫോണീം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഷീ സെഡ് വാസ് ലൈക്ക് ഗ്രീക്ക് ടു മീ. വാട്ട് ഷീ സെഡ് വാസ് ലൈക്ക് ഗ്രീക്ക് ടു മീ എന്താണ്, ഇഡിയമാണ് അല്ലേ. ക്വസ്റ്റ്യൻ കേൾക്കുമ്പോഴേ നമുക്കറിയാം അതെന്താണ്, ഇഡിയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഗ്രീക്ക് ടു മീ എന്നുള്ളതാണ് നമുക്ക് തന്നിരിക്കുന്ന ഇഡിയം. അപ്പൊ എന്താണ് അതിന്റെ മീനിങ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. നോക്കിയേ, ഷീ നോസ് ഗ്രീക്ക് വെരി വെൽ, ഷീ ലൈക്സ് ഗ്രീക്ക്, ഐ ലേൺഡ് ഗ്രീക്ക് ഫ്രം ഹർ, ഐ കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഷീ സെഡ്. അപ്പൊ എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഇഡിയം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മീനിങ് അല്ല, നമ്മൾ ആ സെന്റൻസ് വായിക്കുമ്പോൾ വരുന്ന മീനിങ് ഒരിക്കലും ആയിരിക്കില്ല. ആ വേർഡുമായിട്ട് യാതൊരു ബന്ധവും അതിന്റെ അർത്ഥത്തിന് കാണില്ല. അങ്ങനെ ഓർത്ത് തന്നെ ആ ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരിക്കൽ തന്നിരിക്കുന്ന വേർഡ്സിന്റെ മീനിങ് ആയിരിക്കില്ല ആ ഒരു ഫ്രേസ് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അപ്പൊ ഇവിടെ ഗ്രീക്ക് ടു മീ, അപ്പൊ ഗ്രീക്ക് എന്ന പേരെയൊക്കെ നമ്മൾ വരിക ഗ്രീക്ക് ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ആയിരിക്കും, ഒരിക്കലും അല്ലാതെ. ഓക്കെ, നോക്കിയേ, ഷീ നോസ് ഗ്രീക്ക് വെരി വെൽ, തെറ്റാണ്. അവൾക്ക് ഗ്രീക്ക് നന്നായിട്ട് അറിയാം, അതല്ല അതിന്റെ മീനിങ്. ഷീ ലൈക്സ് ഗ്രീക്ക്, അതുമല്ല. ഐ ലേൺഡ് ഗ്രീക്ക് ഫ്രം ഹർ, അതുമല്ല. എന്തായിരിക്കും ആൻസർ വരുന്നത്? ഐ കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഷീ സെഡ്. ഇപ്പൊ ഗ്രീക്ക് എന്ന് പറഞ്ഞ ലാംഗ്വേജ് എന്താണ്, വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു സ്പീക്ക്, അല്ലെങ്കിൽ എന്താണ് ലേൺ, അതായത് പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് ഗ്രീക്ക് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഗ്രീക്ക് ടു മീ മീൻസ് എന്താണ്, ഐ കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് എനിത്തിങ്, എനിക്കൊന്നും മനസ്സിലായില്ല. അവൾ എന്താണോ പറഞ്ഞത് അതിനെ ഒന്നും എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത്, ഗ്രീക്ക് ടു മീ എന്ന് പറയുന്ന ഇഡിയം കൊണ്ട് മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ എ പീസ് ഓഫ് കേക്ക്, എന്താണ് അതിന്റെ മീനിങ്? പീസ് ഓഫ് കേക്ക്,
വെരി ഈസി. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഇഡിയം ആയതുകൊണ്ട് വേഗം ഓർത്തപ്പോൾ പറഞ്ഞതാണ്. പീസ് ഓഫ് കേക്ക് മീൻസ് എന്താണ്? വെരി ഈസി എന്നാണ് കേട്ടോ. അപ്പം ഗ്രീക്ക് ടു മീ മീൻസ് എന്താണ്? ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്, എന്താണ്? മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളതിനെയാണ് ഗ്രീക്ക് എന്ന് പറയുന്നത്, അല്ലെ? ഗ്രീക്ക് ടു മീ എന്ന് പറയുന്നത്. ഇനി എ പീസ് ഓഫ് കേക്ക് മീൻസ് എന്താണ്? വെരി ഈസി, വളരെ ഈസി ആയിട്ട് ചെയ്യുന്ന കാര്യത്തിനാണ് ഇറ്റ്സ് എ പീസ് ഓഫ് കേക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. ആൻസർ വരുന്ന ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. നോ സൂണർ ഹാഡ് ബി ലെഫ്റ്റ് ഫോർ ദി എയർപോർട്ട് ഡാഷ്. ഒരു യൂസേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. നോ സൂണർ, അല്ലേ? യൂസേജ് ആണ്. യൂസേജ് ഒന്നും ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വളരെ റെയർ ആയിട്ട് മാത്രമാണ് നമ്മൾ കാണുന്നത് യൂസേജ് ഒക്കെ ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പം നോ സൂണർ ഒന്നും നമ്മൾ അധികം എന്താണ് ക്വസ്റ്റ്യൻ പേപ്പറിലൊന്നും അങ്ങനെ കാണുന്നില്ല. അപ്പോൾ എന്തായിരിക്കും ആൻസർ വരുന്നത്? നോ സൂണർ ഹാഡ് ബി ലെഫ്റ്റ് ഫോർ ദി എയർപോർട്ട്. 4 ഓപ്ഷൻസ് ഉണ്ട്. Than it started raining, than it had started raining, than it starts raining, than it will start raining. അപ്പം നോ സൂണർ എന്ന് പറയുന്ന യൂസേജിന്റെ അതെങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം, അല്ലേ? എല്ലാം ഏകദേശം ഓപ്ഷൻസ് എല്ലാം എന്താണ്? ഒരേപോലെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് കൺഫ്യൂഷൻ വരും ഏതാണ് എന്നുള്ളത്. അപ്പം നോ സൂണറിന് ശേഷം നമ്മൾ എപ്പോഴും എന്താണ്? ഹാഡ്, അല്ലേ? ഹാഡിന് ശേഷം എന്താണ്? സബ്ജക്റ്റ് പ്ലസ് V3. ഓക്കെ, ഇങ്ങനെയാണ് അതിൻ്റെ ആ ഒരു ഫോമാറ്റ് എന്ന് പറയുന്നത്. നോ സൂണർ പ്ലസ് ഹാഡ് പ്ലസ് എന്താണ്? സബ്ജക്റ്റ് പ്ലസ് V3 ആണ് വരുന്നത്. പിന്നീട് നമ്മുടെ ആ ഫസ്റ്റ് സെൻറ്റൻസ് കഴിഞ്ഞിട്ട് സെക്കൻഡ് സെൻറ്റൻസിലും നമ്മൾ എന്ത് ചെയ്യണം? പ്ലസ് ദാൻ വരണം. ഓക്കെ, നോ സൂണർ പ്ലസ് ഹാഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V3 പ്ലസ് ദാൻ പ്ലസ് V2. ഇതാണ് നോ സൂണറിന്റെ ഫോമാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നോ സൂണർ കഴിഞ്ഞിട്ട് നമ്മൾ ഹാഡ് യൂസ് ചെയ്യും. അതിനുശേഷമാണ് നമ്മൾ സബ്ജക്റ്റ് പറയുന്നത്. സബ്ജക്റ്റിന് ശേഷം എന്ത് പറയും? V3 പറയും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണോ പറയാനുള്ള കാര്യങ്ങൾ അത് പറഞ്ഞു. അതിനുശേഷം ദാൻ പറയണം. അത് കഴിഞ്ഞിട്ട് എന്താണ്? ദാൻ കഴിഞ്ഞിട്ട് പിന്നീട് വരുന്ന എന്താണ്? V2 ഫോമാണ്. അതായത് പാസ്റ്റ് ഫോം ആയിരിക്കണം പിന്നെ യൂസ് ചെയ്യുന്നത്. നമുക്കിവിടെ നോക്കാം. ഓക്കെ, നോ സൂണർ വന്നു. ഹാഡ് എന്ന് പറയുന്നത് എന്താണ്? ഓക്സിലറി വേർബ് ആണ്. പിന്നീട് എന്താണ്? വി സബ്ജക്റ്റ് ആണ്. ലെഫ്റ്റ് എന്ന് പറയുന്നത് V3 ആണ്. അതിനുശേഷം അത് പറഞ്ഞു. നോക്കിയേ, ദാൻ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. അതിനുശേഷം നോ സൂണറിന്റെ കൂടെ നമ്മൾ ആ 2 സെന്റൻസിനെ കമ്പൈൻ ചെയ്യാനായിട്ട് ദാൻ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, 2 സെന്റൻസിനെ കമ്പൈൻ ചെയ്യാനായിട്ട് നോ സൂണറിന്റെ കൂടെ യൂസ് ചെയ്യുന്ന കണക്റ്റിംഗ് വേർഡ് എന്ന് പറയുന്നത് ഏതാണ്? ദാൻ ആണ്. എന്നിട്ട് എന്താണ്? പിന്നീട് നമ്മൾ V2 ആണ്, അതായത് പാസ്റ്റ് ഫോം ആണ് യൂസ് ചെയ്യുന്നത്. സ്റ്റാർട്ട് എന്നല്ല പറയുന്നത്, സ്റ്റാർട്ടഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. നോ സൂണർ പ്ലസ് ഹാഡ് പ്ലസ് സബ്ജക്ട് പ്ലസ് V3. അതിനുശേഷം ദാനിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? വേർബിന്റെ സെക്കൻഡ് ഫോം അല്ലെങ്കിൽ പാസ്റ്റ് ഫോം ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. ഇങ്ങനെ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദി പ്രോജക്റ്റ് വാസ് കംപ്ലീറ്റഡ് ഇൻ 6 months. ഹിയർ ദ വേർഡ് അണ്ടർലൈൻഡ് ഈസ് എ ഓർ ആൻ ഡാഷ്. ഒരു സെന്റൻസ് ആണ് തന്നിരിക്കുന്നത്. ദി പ്രോജക്റ്റ് വാസ് കംപ്ലീറ്റഡ് ഇൻ 6 months എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡ് ഏതാണ്? പ്രൊജക്റ്റ് എന്ന് പറയുന്നതാണ് ഇവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡ്. അതെന്താണെന്നാണ് ക്വസ്റ്റ്യൻ. വേർബ് ആണോ, നൗൺ ആണോ, ആഡ്വേർബ് ആണോ, അതോ ആഡ്ജക്റ്റീവ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദി പ്രൊജക്റ്റ് വാസ് കംപ്ലീറ്റഡ് ഇൻ 6 months എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദി പ്രൊജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? അവിടുത്തെ വേർബ് ആണോ, നൗൺ ആണോ, ആഡ്വേർബ് ആണോ, ആഡ്ജക്റ്റീവ് ആണോ? ഓക്കെ, സെന്റൻസ് ഏതാണ്? ദി പ്രൊജക്റ്റ് വാസ് കംപ്ലീറ്റഡ് ഇൻ 6 months. ഇവിടെ ദി പ്രൊജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ നൗൺ ആണ്. ഓക്കെ, വാസ് എന്ന് പറയുന്നത് ഓക്സിലറി വേർബ് ആണ്. കംപ്ലീറ്റഡ് വേർബ് ആണ്. ഇൻ എന്ന് പറയുന്നത് പ്രിപ്പോസിഷൻ ആണ്. 6 months എന്നുള്ളത് എന്താണ്? ആഡ്ജക്റ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയായിരിക്കും ഇവിടെ ആൻസർ വരുന്നത്? എന്തായിരിക്കും ആൻസർ വരുന്നത്? ഇവിടെ അണ്ടർലൈൻഡ് വേർഡ് എന്ന് പറയുന്നത് ഏതാണ്? പ്രൊജക്റ്റ് ആണ്. അപ്പോൾ പ്രൊജക്റ്റ് എന്താണ്? നൗൺ ആണ് വരുന്നത്, അല്ലേ? ദ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി നൗൺ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. വരുന്ന എക്സാമിന് അധികം സമയമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, ഇനി വളരെ വേഗം തന്നെ നമുക്ക് എന്താണ് കംപ്ലീറ്റ് ചെയ്യാനുള്ള പോർഷൻസ് കംപ്ലീറ്റ് ചെയ്ത് നന്നായിട്ട് തന്നെ പഠിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക്